വടക്കുകിഴക്കൻ നൈജീരിയയിലെ അദമാവ സ്റ്റേറ്റിലുണ്ടായ ക്രൂരമായ IS ഭീകരാക്രമണത്തിൽ 29 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. ഏപ്രിൽ 26 ഞായറാഴ്ച വൈകുന്നേരം ഗോംബി ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ സബോൺ ഗാരി ഗ്രാമത്തിലായിരുന്നു സംഭവം. ഫുട്ബോൾ മത്സരം കണ്ടുകൊണ്ടിരുന്ന ഗ്രാമവാസികൾക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വൈകുന്നേരം 5 മണിയോടെ 2 സംഘങ്ങളായി എത്തിയ ആക്രമികൾ ഗ്രാമം വളയുകയും ജനക്കൂട്ടത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആളുകൾ ചിതറിയോടിയെങ്കിലും ആക്രമികൾ പിന്തുടർന്ന് വെടിവെക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം നടത്തിയ തിരച്ചിലിൽ 29 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ഗ്രാമവാസികൾ അറിയിച്ചു. മനുഷ്യത്വരഹിതമായ ഈ ആക്രമണത്തിനിടെ ഗ്രാമത്തിലെ ഒരു പള്ളി തീവ്രവാദികൾ അഗ്നിക്കിരയാക്കി. പള്ളിക്കകത്തുണ്ടായിരുന്ന സംഗീതോപകരണങ്ങളും ഫർണിച്ചറുകളും പൂർണ്ണമായും നശിച്ചു. കൂടാതെ കളിക്കാരും കാണികളും കളിസ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന 40-ലധികം മോട്ടോർ സൈക്കിളുകളും ആക്രമികൾ അഗ്നിക്കിരയാക്കി. അതേസമയം തങ്ങൾ 25 ക്രൈസ്തവരെ വധിച്ചതായും ആരാധനാലയം നശിപ്പിച്ചതായും ഭീകരസംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവകാശപ്പെടുന്നു. സംഭവസ്ഥലം സന്ദർശിച്ച അദമാവ ഗവർണർ അഹമ്മദു ഉമാരു ഫിൻട്രി ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഇത് മാനവികതയ്ക്ക് നേരെയുള്ള വലിയ വെല്ലുവിളിയാണെന്നും പ്രദേശത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതായും അദ്ദേഹം അറിയിച്ചു. ഒരാഴ്ച മുമ്പ് സമാനമായ രീതിയിൽ മറ്റൊരു ക്രൈസ്തവ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. തുടർച്ചയായുണ്ടാകുന്ന ആക്രമണങ്ങളെ തുടർന്ന് ഭയചകിതരായ നൂറുകണക്കിന് കുടുംബങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.